കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയ്ക്ക് ഇന്ന് 63 വയസ്സ് തികഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ആലപ്പി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമുക്കറിയാം, കേരളം എന്ന് പറയുമ്പോൾ തന്നെ ആ വരുന്ന ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു കായലും പിന്നെ ഒരു തെങ്ങ് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു കായലിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന തെങ്ങും പിന്നെ ഒരു ഏതെങ്കിലും ഒരു ബോട്ട്, ഒരു വള്ളമോ അങ്ങനെയുള്ള ഒരു വഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കാഴ്ച, മിക്കവാറും കുട്ടനാടിൻ്റെ കാഴ്ചയായിരിക്കും ഒരു കേരളം എന്ന് പറയുമ്പോൾ ആദ്യം കിട്ടുന്ന, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ആ ഒരു മാർക്കിങ് വരുന്ന ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് അഭിമാനിക്കാം, ആലപ്പുഴയിൽ നിന്നുമുള്ള ഒരു പിക്ചർ തന്നെയാണെന്ന്. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങളത് കണ്ടിട്ട് ആലപ്പുഴയുടെ ചില കാര്യങ്ങളെ, ആലപ്പുഴയുടെ തനിമയൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, വെളിയിൽ നിന്നും എടുത്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പാലം കയറി ഇരുമ്പാലം കയറാതെ വല വല പെരുവലയെറിഞ്ഞാലും പരലോ പെടുകില്ലങ്ങനെ, ഉടലോ വഴുതുന്നങ്ങനെ. അവളെന്തേ തിരികെ തൂവാതെ ആ ചിരിയെ കളയും വെറുതെ. അപ്പോൾ ഇനി ആലപ്പുഴയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആലപ്പുഴയിലെ ടൂറിസം ഞാൻ ശരിക്കും രുചിച്ചനുഭവിച്ചറിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ഇവിടെ ഐക്കാർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗം, ആലപ്പുഴയിലെ ഭക്ഷണം എന്താണെന്നുള്ളത് ഒന്ന് ചെറിയ രീതിയിൽ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഫുൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഫുൾ വീഡിയോ കാണണം. നല്ല കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു സാധനം കൂടി ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഒരു പേനയുടെ റിവ്യൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പേനയുടെ റിവ്യൂ ആയിട്ട് ഒരാൾ വരുന്നത്, ഒരു വ്ളോഗിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ പേന എന്തിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പെന്നിൽ നിന്നും ഒരു വ്യത്യസ്തത എനിക്ക് കണ്ടു. ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു പേനയായിട്ട് എനിക്ക് കാണാനായിട്ടിടയായി. ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ അറിയാം, അവർക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലായിട്ട്, ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയറിലാണ് വരുന്നത്, ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അപ്പോൾ ആ പേപ്പറിനകത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഏതെങ്കിലും ഒരു സാധനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരുടെയും ഉത്തരക്കടലാസിൽ വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് കുടയിൽ ചാർജർ കയറ്റുകയും കുടയിൽ സോളാർ പാനൽ വെച്ചിട്ട് അതുവഴി ചാർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇന്നോവേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പേനയിൽ 1-2 ഇന്നോവേഷൻസ് കണ്ടു. അപ്പോൾ അത് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പേനയുടെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഈ പേന ഏറ്റവും ഉപയോഗപ്രദമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് നടക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ലുക്കിനെ കുറിച്ച് പറയാം. ലുക്ക് ഇറ്റ്സ് ഗുഡ്. അതായത് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ കണ്ടത്. നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് വരുന്നുണ്ട്, എടുത്തു പറയാവുന്നത്. പിന്നെ താഴെയും ഏറ്റവും മുകളിലും ഇൻ ബിറ്റ്വീനും ഒരു ക്രോമിയമിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നു. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞതിൽ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഈ ടച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പാഡ് കൊടുത്തിരിക്കുന്നു. അതായത് മൊബൈലോ അല്ലെങ്കിൽ ഐപാഡോ അല്ലെങ്കിൽ ടാബോ മുതലായ ടച്ച് സ്ക്രീനുള്ള ഒരു ഡിസ്പ്ലേയിൽ ഉപയോഗിക്കാനായിട്ട്, അതൊരു നമ്മുടെ ഒരു ടച്ച് പെന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പാഡിങ് കൊടുത്തിരിക്കുന്നു, റബ്ബറിൻ്റെ ഒരു പാഡിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാനായിട്ട് പറ്റിയ ഒരു സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പേന ഇങ്ങനെ താഴെ, അതായത് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സർഫസിൽ ഈ പേന ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കിതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം.
മിക്ക സാറുമാരും ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ആകുമ്പം പലരുടെയും ഒരു ബുദ്ധിമുട്ടാണ് ഈ മൊബൈലുകൾ ഭിത്തിയിൽ ചാരി വെക്കുകയോ അല്ല അവിടെ എവിടെയെങ്കിലുമൊക്കെ ബുക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുത്തി ചാരി വെക്കുകയൊക്കെ ചെയ്യും. അത് തറയെ വീഴും, അതിങ്ങനെ താഴെ വീഴാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടി ഒരു ഗുണമാവുന്ന ഒരു ഇതാണ്. അതായത് എന്താണെങ്കിലും ഈ പേന മേടിക്കുന്ന ആ റേറ്റിൽ നിങ്ങൾക്കൊരു മൊബൈൽ സ്റ്റാൻഡും കൂടെ ലഭിക്കുന്നു എന്ന് വേണം പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ടും വെക്കാം, അതുപോലെ പോർട്രേറ്റ് മോഡിലും വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ലോട്ട് വരെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഫീച്ചർ ഇതിനകത്ത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളും മറ്റുമൊക്കെയും ചിലർ കട്ടിലിൽ ഇരുന്നാണ് കേൾക്കുന്നത്, ചിലർ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ ഡിസ്പ്ലേയിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കൊണ്ട് തൊടാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തുകൊണ്ട്, ഈ റബ്ബർ ടിപ്പ് യൂസ് ചെയ്തുകൊണ്ട്, ഈ ഒരു പേനയുടെ ബോട്ടം സൈഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടച്ച് സ്ക്രീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവസാനത്തെ സവിശേഷത. അപ്പം ചെറിയൊരു വീഡിയോ ആണെന്നറിയാം. ഇതിനി എവിടെ ലഭിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ പല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മാവേലിക്കരയിലുള്ള ഒരു 5 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, മാവേലിക്കര ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് വരും. അവിടെ ഈ ഒരു പേന ഞാൻ കാണാനായിട്ടിടയായി. മാവേലിക്കരയിൽ ഞാൻ അവിടെ മാത്രമേ ഈ പേന കണ്ടുള്ളൂ. പിന്നെ തിരുവല്ലയിലൊക്കെയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എനിക്കറിയത്തില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതായത് ഡെലിവറി ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ വഴി. എനിക്ക് ഏകദേശം 30 റുപ്പീസാണ് ഈ ഒരു പെർ പേനയ്ക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു 30 രൂപയ്ക്ക് ഈ പേന വേർത്താണ്. നമുക്ക് നോർമലൊരു റീഫിൽ ചേഞ്ച് ചെയ്യാവുന്ന പേനയും അതുപോലെ തന്നെ ഈ പറഞ്ഞ 2 ഫീച്ചേഴ്സും കൂടി അടങ്ങുന്ന ഒരു പേനയാകുമ്പോൾ 30 രൂപയ്ക്ക് ആ പേന വർത്ത് ആണെന്നാണ് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം വീഡിയോ കാണുന്നവർക്കൊക്കെയും പേന ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും, അപ്പം ഇതിൻ്റെ 30 റുപ്പീസാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൈസ്. കാര്യം വേറൊന്നുമല്ല, എറണാകുളത്തൊക്കെ പല കടകളിലും 35 to 45 വരെ വിൽക്കുന്ന കടകൾ എറണാകുളത്തുണ്ട്. 45 രൂപയ്ക്ക്, 35 രൂപയ്ക്ക്, 30 രൂപയ്ക്ക് മറ്റും എറണാകുളത്തെ പല കടകളിലും വിൽക്കുന്നുണ്ട് ഇതേ പേന. പിന്നെ ഹോൾസെയിൽ കടകളിൽ അതിലും വില കുറച്ചാണ് വിൽക്കുന്നത്, 25 രൂപ വരെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് വെബിനാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു പുതിയൊരു തലമുറ ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് ഈ 2020 ഒരുപാട് വാഹനങ്ങളിൽ കാണാനായിട്ടിടയായി. എം ജി ഹെക്ടറിൻ്റെ ഇലക്ട്രിക് വന്നു, അതിലെ നെക്സോണിൻ്റെ ഇലക്ട്രിക് വന്നു. അങ്ങനെ പല വാഹനങ്ങളുടെയും ഇലക്ട്രിക് വേരിയൻറ്റ് ഇറങ്ങുന്നതായിട്ട് കാണാനായിട്ടിടയായി. അപ്പോൾ ഒരു ഇലക്ട്രിക് വെബിനാർ ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക് വെഹിക്കിൾസും അതുപോലെ തന്നെ ചാർജിങ് ടെക്നിക്സിനെ കുറിച്ചും ഉള്ളൊരു വെബിനാറാണ്. അപ്പോൾ ആ വെബിനാർ നടത്തുന്നത് 20-ാം തീയതിയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 50 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കാം. അവരുടെ വാട്സപ്പ് നമ്പരും ഗൂഗിൾ പേ നമ്പരും മറ്റുമുണ്ട്. അതുപോലെ തന്നെ അതിന് കയറേണ്ട, അതായത് ആ വെബിനാർ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു വെബിനാർ തന്നെ ആയിരിക്കും. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ ഉണ്ട്. ആ ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ 50 റുപ്പീസാണ് വരുന്നത്. 50 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം KTU സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ KTU മറ്റേ ആക്ടിവിറ്റി പോയിൻറ്റ്സിനും മറ്റും ബെനിഫിറ്റും ആയിരിക്കും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഗൂഗിൾ പേ, നമ്മുടെ ഈ ഒരു വെബിനാറിൻ്റെ ഗൂഗിൾ പേയും മറ്റേ പേനയുടെ ഗൂഗിൾ പേയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പേന കിട്ടേണ്ടവർക്ക് വെബിനാറും കിട്ടേണ്ടവർക്ക് പേനയും വരേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ നിങ്ങൾക്ക് അറിയാവുന്നവരിലൊക്കെ എൻ്റെ പല വീഡിയോസും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല കണ്ടൻറ്റുകളാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. മോശപ്പെട്ട കണ്ടൻറ്റുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്നോട് പറയുക. പേഴ്സണലായിട്ട് പറയുന്നത് എനിക്ക് ഒരു വിരോധവുമില്ല. അപ്പോൾ മാക്സിമം നല്ല കണ്ടൻറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് മീ എൽസാഫ്, ബെസോർ, സൈനിങ് ഔട്ട്. ബൈ, സീ യു ഇൻ